സെഹിയോനിലേക്കൊരു യാത്ര. സ്വർണ്ണച്ചിറകിൽ പറന്നിറങ്ങി, മുന്നിൽ നിന്നൊരു മാലാഖ സ്വർണ്ണച്ചിറകിൽ പറന്നിറങ്ങി. എവിടേക്കാണെന്നറിയാമോ? അറിയാമെങ്കിൽ പറയാമോ? എവിടേക്കാണെന്നറിയാമോ? അറിയാമെങ്കിൽ പറയാമോ? നസ്രേതെന്നൊരു ദേശത്ത് പുള്ളിൽ വാഴും കന്യകയെ കാണാൻ പോകുന്നതാണല്ലോ ഗബ്രിയേൽ എന്നൊരു മാലാഖ. നസ്രേതെന്നൊരു ദേശത്ത് പുള്ളിൽ വാഴും കന്യകയെ കാണാൻ പോകുന്നതാണല്ലോ ഗബ്രിയേൽ എന്നൊരു മാലാഖ. പ്രാർത്ഥിച്ചിരുന്ന മറിയത്തെ തട്ടി വിളിച്ചെന്നുണർത്തിച്ചു. എന്താണെന്ന് ഓർക്കാമോ? ഓർക്കാമെങ്കിൽ പറയാമോ? എന്താണെന്ന് ഓർക്കാമോ? ഓർക്കാമെങ്കിൽ പറയാമോ? സെഹിയോനിലേക്കൊരു യാത്ര. മാർ ജേക്കബ് മനത്തോടത്ത്, പാലക്കാട് രൂപതയുടെ മെത്രാൻ. അട്ടപ്പാടിയിലുള്ള സെഹിയോൻ ധ്യാന കേന്ദ്രം ഇതിനകം പ്രസിദ്ധമായി കഴിഞ്ഞു. പാലക്കാട് രൂപത വകയാണ് ആ ധ്യാന കേന്ദ്രം. വളരെയേറെ ആത്മീയ ശുശ്രൂഷകൾ അവിടെ നടത്തപ്പെടുന്നുണ്ട്. ആഴ്ചതോറും നടത്തപ്പെടുന്ന പ്രസ്തുത ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആളുകളാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടത്തപ്പെടുന്ന വചനപ്രഘോഷണവും മറ്റ് ആത്മീയ ശുശ്രൂഷകളും വഴി അവർക്കെല്ലാം വളരെയേറെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. വലിയ മാനസാന്തരങ്ങളും അത്ഭുതകരമായ രോഗശാന്തികളും അവിടെ നടക്കുന്നുണ്ട്. വചനാത്മക ജീവിതത്തിലേക്കും സഭാത്മക ജീവിതത്തിലേക്കും ആ ശുശ്രൂഷകളിലൂടെ തിരികെ വരുന്നവരുടെ എണ്ണം വളരെയാണ്. നിരന്തരമായ പ്രാർത്ഥനയാൽ മുഖരിതമായ അന്തരീക്ഷമാണ് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലുള്ളത്. വളരെയേറെ പേർക്ക് ആ ധ്യാന കേന്ദ്രം ഇന്നൊരു അഭയകേന്ദ്രമായി, ഒരാശ്വാസ കേന്ദ്രമായി, ഒരനുഗ്രഹ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സെഹിയോനിലേക്ക് ഒരു യാത്ര എന്ന പേരിൽ ഒരു വീഡിയോ CD പുറത്തിറക്കുകയാണ്.
സെഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ ഉത്ഭവം മുതൽ വിവിധ കാലഘട്ടങ്ങളിലായി ശക്തനായി ദൈവം പ്രവർത്തിച്ച വലിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ വീഡിയോ CD കാണുന്നവരായി നിങ്ങൾക്ക് സഭാത്മക ജീവിതത്തോടും കൗദാശിക ജീവിതത്തോടും കൂടുതൽ ആഭിമുഖ്യവും താല്പര്യവും തോന്നാൻ ഇടയാകും എന്നത് തീർച്ചയാണ്. ഈ ധ്യാന കേന്ദ്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന അതിന്റെ ഡയറക്ടറായ ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായച്ചനെയും അസിസ്റ്റന്റ് ഡയറക്ടറായ റെന്നി പുല്ലുകാലായിലച്ചനെയും അവിടെയുള്ള എല്ലാ പ്രേക്ഷിതരെയും ശുശ്രൂഷകരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ CD കാണുന്നവരായ നിങ്ങളിൽ ചിലർക്ക് സെഹിയോനിൽ വരുവാൻ താല്പര്യം തോന്നിയെന്ന് വരാം. അത് ദൈവഹിതമാണെങ്കിൽ സെഹിയോനിലേക്ക് വരുവാനും അവിടെയുള്ള ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് അനുഗ്രഹം തേടുവാനും വേണ്ടി അവിടെ എത്തുന്നവരായ നിങ്ങൾക്ക് സെഹിയോന്റെ പ്രവർത്തകർ ഹാർദമായ സ്വാഗതമരുളും. സെഹിയോൻ ധ്യാന കേന്ദ്രത്തെയും അതിലെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ശുശ്രൂഷകളെയും അതിൽ സംബന്ധിക്കുന്നവരായ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാർ ജേക്കബ് മനത്തോടത്ത്, പാലക്കാട് രൂപതയുടെ മെത്രാൻ. സെഹിയോനിലേക്കൊരു യാത്ര. സെഹിയോൻ പാലക്കാട് രൂപതയുടെ ധ്യാന കേന്ദ്രം. അട്ടപ്പാടി മലമുകളിൽ ദൈവം പണിതുയർത്തിയ വിരുന്നുശാല, അതാണ് സെഹിയോൻ ധ്യാന കേന്ദ്രം. പാലക്കാട് ടൗണിൽ നിന്ന് മണ്ണാർക്കാട് റൂട്ടിൽ 70 കിലോമീറ്റർ സൈലന്റ് വാലി കാനന ചുരത്തിലൂടെ യാത്ര ചെയ്താൽ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലെത്താം. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പട്ടണത്തിൽ നിന്ന് ആനക്കട്ടി വഴി 60 കിലോമീറ്റർ. പ്രകൃതി രമണീയമാണ് അട്ടപ്പാടി മലയിടുക്കുകൾ. പുഴകളും അരുവികളും തോടുകളും കൊണ്ട് മനോഹരമാണ് ഈ പ്രദേശം.
സുഗന്ധവിളകളും നാണ്യവിളകളും പഴവർഗ്ഗങ്ങളും പയർവർഗ്ഗങ്ങളും എല്ലാം കൊണ്ട് സമ്പന്നമാണിവിടം. ലോകത്തിൽ പല സ്ഥലത്തും കിട്ടാത്ത ധാരാളം ഔഷധച്ചെടികൾ തഴച്ചു വളരുന്ന നാടാണ് അട്ടപ്പാടി. ഒരിക്കലും വറ്റാത്ത ഭവാനിപ്പുഴ ഈ ചെടികളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നു. ഇന്ത്യയിൽ വംശമറ്റുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഏറെയുള്ള കാനനമാണ് സൈലന്റ് വാലി. കാട്ടാനകളും കാട്ടുമൃഗങ്ങളും പീലി വിടർത്തിയാടുന്ന മയിലുകളും വിവിധതരം പക്ഷികളും എല്ലാം കാണുമ്പോൾ നാം അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകും. ധാരാളം പാവപ്പെട്ട ആദിവാസികൾ താമസിക്കുന്ന ഊരുകൾ ഈ മലകളുടെ ഇടുക്കുകളിൽ നമുക്ക് കാണാം. സൂര്യനെ ലക്ഷ്യമാക്കി കിഴക്കോട്ട് ഓരം കവിഞ്ഞൊഴുകുന്ന ഭവാനിപ്പുഴയുടെ തീരത്ത് ചരിത്രപ്രധാനമായ മല്ലീശ്വരൻ മലയുടെ അടിവാരത്ത് ദൈവം ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഈ ധ്യാനകേന്ദ്രം. സെഹിയോനിലേക്കൊരു യാത്ര. മോൺസിഞ്ഞോ സെബാസ്റ്റ്യൻ ഇരുമ്പൻ. സുവിശേഷത്തിലെ 2 സംഭവങ്ങളാണ് സെഹിയോൻ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് എന്റെ ഓർമ്മയിൽ വരിക. ഒന്നാമത്തെ സംഭവം, യേശുവും ശിഷ്യന്മാരും അവസാന അത്താഴം ഭക്ഷിക്കാനായിട്ട് ഒരുമിച്ച് കൂടിയ ആ സെഹിയോൻ മാളിക. യേശു തന്റെ അരുമ ശിഷ്യന്മാരോട് ഒരുമിച്ച് തന്റെ അവസാന ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ തന്റെ ശരീര രക്തങ്ങൾ മനുഷ്യരക്ഷയ്ക്കു വേണ്ടി പങ്കിട്ടു നൽകി. രണ്ടാമത്തെ സംഭവം, യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സ്ത്രീയന്മാരും പരിശുദ്ധ അമ്മയും ഒരുമിച്ച് കൂടിയിരുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് പുറമേ കൊടുങ്കാറ്റിന്റെ ശബ്ദത്തോടും അകമേ അഗ്നിനാളത്തിന്റെ പ്രകാശത്തോടും ചൂടോടും കൂടി അവരുടെ മേൽ ഇറങ്ങി വന്ന സംഭവം. ഈ 2 സംഭവങ്ങളാണ് സഭയുടെ കേന്ദ്രം. യേശുവിന്റെ ജീവിതത്തിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് നൽകിയതായ തന്റെ രക്ഷാകര പ്രവർത്തനത്തിന്റെ പ്രതീകമാണ് വിശുദ്ധ കുർബാന. രണ്ടാമത് സഭയ്ക്ക് പ്രചോദനം നൽകുന്ന, ജീവൻ നൽകുന്ന തന്റെ ആത്മാവിനെ നൽകുന്നതായ സംഭവവും. ഈ 2 സംഭവങ്ങളുടെയും ആവർത്തനം ഈ സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ്. ശാരീരികവും ആത്മീയവുമായ ഭക്ഷണം നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവാൽ അവിടുത്തെ പ്രേക്ഷിതരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും എല്ലാം പ്രാർത്ഥനയുടെ ഫലമായി വലിയ അനുഗ്രഹങ്ങൾ, രോഗശാന്തിയും മറ്റും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ എല്ലാ ദാനങ്ങളും അതുവഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ 2 സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് യേശുവിന്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. രണ്ടാമത്തെ വചനം, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്നവൻ കുടിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നാഥ, എന്നെ അങ്ങയുടെ ശാന്തിയുടെ ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, സംശയമുള്ളിടത്ത് വിശ്വാസവും, നിരാശയുള്ളിടത്ത് പ്രതീക്ഷയും ഞാൻ വിതറട്ടെ. നമ്മളെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാഥ, അനുഗ്രഹിച്ചാൽ. ധ്യാനകേന്ദ്രം ഉത്ഭവം ചരിത്രം.
പാലക്കാട് രൂപതയുടെ പിതാവായ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവാണ് ഈ ധ്യാന കേന്ദ്രം ആശീർവദിച്ചത്. 1998 ഏപ്രിൽ മാസം 28-ാം തീയതിയായിരുന്നു അത്. അഭിവന്ദ്യ പിതാവിന്റെ ശ്ലൈഹികമായ ആശീർവാദത്തോടെയുള്ള ശുശ്രൂഷകളാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്നത്. മക്കളോട് എന്ന പോലുള്ള പിതാവിന്റെ സ്നേഹവും ഇടയ്ക്കിടയ്ക്കുള്ള സഹിയോൻ സന്ദർശനങ്ങളും ദൈവജനത്തോടുകൂടി ചെലവഴിച്ച മണിക്കൂറുകളും പിതാവിന്റെ പ്രബോധനവും ലഭിച്ച നിർദ്ദേശവും ധ്യാനകേന്ദ്രത്തിന്റെ വളർച്ചയുടെ നാഴികക്കല്ലുകളാണ്. ധ്യാനകേന്ദ്രം വളർച്ചയുടെ പാതയിൽ പാലക്കാട് രൂപതയിലെ വൈദികനായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ ആണ് ഈ ധ്യാനകേന്ദ്രത്തിന്റെ സ്ഥാപകനും ഡയറക്ടറും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും ഇന്ത്യയുടെ അനേകം സംസ്ഥാനങ്ങളിലും അനേകം വിദേശ രാജ്യങ്ങളിലും വചനവുമായി കടന്നുപോയിട്ടുള്ള ഖാൻ അച്ഛൻ നല്ലൊരു ടെലിവിഷൻ പ്രഭാഷകൻ കൂടിയാണ്. അവളിലെ ആത്മാവിനോട് പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അവളെ വിട്ട് പുറത്തു പോകുക. തൽക്ഷണം അവളിലെ ആത്മാവ് അവളെ വിട്ട് ഇറങ്ങിപ്പോയി. ഇതാണ് അധികാരത്തിന്റെ ഉപയോഗം. ദൈവികമായ അധികാരമാണിത്. പിശാചിന്റെ മേലുള്ള വർഷങ്ങൾക്ക് മുൻപ് അട്ടപ്പാടിയിലെ താവളം ഹോളി ട്രിനിറ്റി ഫൊറോന പള്ളിയിലെ ഒരു കൊച്ചു പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെയായിരുന്നു ഇതിന്റെ തുടക്കം. പള്ളിയോട് ചേർന്ന് അടഞ്ഞുകിടന്നിരുന്ന ഒരു ബോയ്സ് ഹോം അച്ഛന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഒരു ചെളിക്കുണ്ടായിരുന്നു അന്ന് ഇതിന്റെ പരിസരം. ഇത് ഒരു പ്രാർത്ഥനാലയത്തിനായി ലഭിച്ചിരുന്നെങ്കിൽ എന്നുള്ള അച്ഛന്റെ ആഗ്രഹം ദൈവം കണ്ടു. ഈ ഹോസ്റ്റൽ ധ്യാന കേന്ദ്രത്തിനായി അഭിമന്യ പിതാവ് നൽകി. സേവ്യർ അച്ഛന്റെ നേതൃത്വത്തിൽ ഓലഷെഡിൽ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ആരംഭിച്ചു. ദേശത്തിന്റെ പല ഭാഗത്തു നിന്നും ജനം ഇവിടേക്കൊഴുകി. ഏപ്രിൽ മാസം 28-ാം തീയതി അഭിമന്യ പിതാവ് ഈ ധ്യാന കേന്ദ്രം ആശീർവദിച്ചു. വലിയ അനുഗ്രഹം ദൈവം നമുക്ക് നൽകി. ഇത് ഇന്നലെ ഒരു യാഥാർത്ഥ്യമായി തീർന്നുവെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെയേറെ പേരുടെ അന്നു തന്നെ ബഹുമാനപ്പെട്ട നായിക്യം പറമ്പിൽ അച്ഛന്റെ നേതൃത്വത്തിൽ നടന്ന ബൈബിൾ കൺവെൻഷനോടെ ഔദ്യോഗിക ശുശ്രൂഷകളുടെ ആരംഭമായി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അട്ടപ്പാടി മലമുകളിൽ താവളത്ത് ദൈവം നട്ടുപിടിപ്പിച്ച സഹിയോൻ ധ്യാനകേന്ദ്രത്തെ കുറിച്ച് 2 വാക്കുകൾ നിങ്ങളോട് പങ്കുവെക്കുന്നതിൽ അച്ഛന് സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങ് ദൂരെ ഈ മലമടക്കുകളിലെ ഈ പ്രശാന്തതയിൽ ദൈവം ഈ ആലയം നട്ടുപിടിപ്പിച്ചപ്പോൾ ദൈവത്തിന് ഈ ആലയത്തെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. ബന്ധനങ്ങളിൽ കിടക്കുന്ന അനേകായിരങ്ങൾക്ക് വിടുതൽ, കെട്ടുകളിലിരിക്കുന്ന അനേകായിരങ്ങളുടെ കെട്ടുകൾ അഴിച്ച് ദൈവജനത്തിന് വിടുതൽ നൽകുന്ന വലിയ വിടുതലിന്റെ ശുശ്രൂഷകൾ ഇവിടെ നൽകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. കാലാന്തരത്തിൽ ശുശ്രൂഷകളുടെ ഇടനാഴികളിലൂടെ നടന്നപ്പോൾ കർത്താവ് അതിനെക്കുറിച്ച് വെളിപാട് തന്നു. യെശയ്യായുടെ പുസ്തകം 35-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ അന്വർത്ഥമാകുന്നത് ഓരോ ധ്യാനത്തിലും ഞാൻ കാണുകയാണ്. അവിടെ വചനം ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. 35-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ: ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതിഫലവുമായി വന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. അപ്പോൾ അന്ധന്മാരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനിമേൽ അടഞ്ഞിരിക്കുകയില്ല, മൂകന്റെ നാവ് ആനന്ദഗീതം ആലപിക്കും, മുടന്തന്മാർ മാനിനെ പോലെ കുതിച്ചു ചാടും, ചുട്ടു തപിച്ചിരുന്ന മണലാരണ്യം ജലാശയമായി മാറും, മരുഭൂമികളിലൂടെ നദികൾ ഒഴുകും, വിജനദേശവും വരണ്ട ഭൂമിയും സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്.
വലിയ വിടുതലിന്റെ സദ്വാർത്തയാണ് കർത്താവ് ഈ വചനഭാഗത്ത് നമുക്ക് തരുന്നത്. ഇതിവിടെ നിരന്തരം അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ ദൈവം തന്റെ ജനത്തിനായി നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഒരു വാഗ്ദത്തമാണ് വിടുതൽ. യെശയ്യായുടെ പുസ്തകം 35-1 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കുമ്പോൾ അവരുടെ മേൽ ഉണ്ടാകുന്ന വിടുതലിനെ കുറിച്ച് പ്രഖ്യാപിക്കുന്നു. അത് തന്നെയാണ് യെശയ്യായുടെ പുസ്തകം 61 കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് നിയോഗിച്ചിരിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് വിടുതലിന്റെ ആത്മാവാണെന്ന് ഇവിടെ വെച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവിനെ പ്രാപിച്ചപ്പോൾ യേശു പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 4-18 മുതലുള്ള വാക്യങ്ങൾ, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ, അന്ധന്മാർക്ക് കാഴ്ച നൽകാൻ, ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ എന്റെ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു വിടുതലിനായി വന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആ കാലഘട്ടത്തിൽ യേശുവിനെ മനസ്സിലാക്കിയില്ല. അപ്പോൾ സ്നാപകയോഹന്നാൻ സംശയമുണ്ടായി. സ്നാപകയോഹന്നാൻ യേശുവിന്റെ അടുത്തേക്ക് ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിച്ചു, ഗുരു, വരാനിരിക്കുന്ന മിശിഹ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ ഈ കാണുന്നവ ചെന്ന് യോഹന്നാനെ അറിയിക്കുക, ഇതാ മുടന്തന്മാർ നടക്കുന്നു, അന്ധന്മാർ കാണുന്നു, കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഞാൻ യേശുവാണ് എന്നതിന്റെ അടയാളമായി യേശു സ്നാപകന് കൊടുത്തയച്ച അടയാളങ്ങളാണിത്. ഈ അടയാളം കിട്ടിയപ്പോൾ സ്നാപകയോഹന്നാന്റെ സംശയം മാറി. പിന്നീട് ഒരിക്കലും സ്നാപകയോഹന്നാന് യേശുവിനെ കുറിച്ച് സംശയം ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 20 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന അതേ ഇടപെടലുകൾ തന്നെ യേശു ഇന്നും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ നമ്മുടെ കർത്താവായ യേശു മിശിഹ ചെയ്ത അതേ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയിൽ ഇവിടെ അട്ടപ്പാടിയിൽ താവളത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവത്തെ ആരാധിക്കുമ്പോൾ വിടുതലിന്റെ അഭിഷേകം ചൊരിയപ്പെടുന്ന വലിയ അനുഭവങ്ങളാണ് ശുശ്രൂഷകളിൽ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ഓരോരുത്തരെയും അച്ഛൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹപൂർവ്വം ഈ വിടുതലിന്റെ ശുശ്രൂഷകളിലേക്ക് ക്ഷണിക്കുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലെങ്കിലും അട്ടപ്പാടിയിൽ താവളത്ത് സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി കർത്താവിന്റെ വചനം കേട്ട് കർത്താവിനെ ആരാധിച്ച് വിടുതൽ പ്രാപിക്കുന്നതൊരാഗ്രഹം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വരദാനമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സെഹിയോനിലെ ശുശ്രൂഷകൾ. സെഹിയോനിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 3:30 വരെ ഏകദിന ബൈബിൾ കൺവെൻഷൻ നടക്കുന്നു. സേവ്യർ ഖാൻ അച്ഛനാണ് ശുശ്രൂഷകൾ നയിക്കുന്നത്. ഫാദർ റെനി പുല്ലുകാലായിൽ ശുശ്രൂഷയിലെ കരുത്തായ സഹായിയും. ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഈ കൺവെൻഷനിൽ സ്തുതി ആരാധന, ജപമാല, ഗാന ശുശ്രൂഷ, ദിവ്യബലി, വചനവിരുന്ന്, രോഗശാന്തി പ്രാർത്ഥന, വെഞ്ചിരിപ്പ് ശുശ്രൂഷ, കൗൺസിലിംഗ്. ദൈവജനത്തിനായി ധാരാളം ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവ് ഇവിടെ അണിയിച്ചൊരുക്കുന്നു. മനസ്സിൻ മുറിവുണക്കും ദിവ്യ തൈലമാ, മനസ്സിൻ മുറിവുണക്കും ദിവ്യ തൈലമാ, അഗ്നിസ്വരൂപനാ സ്നേഹ
ശക്തിയായി നീ വരണേ. മാത്രമല്ല എല്ലാ ദിവസവും കൗൺസിലിംഗ്, ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന, താമസിച്ച് ധ്യാനിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന, ഇടമുറിയാതെയുള്ള ജപമാല, എല്ലാ ദിവസവും നിത്യാരാധന. പ്രാർത്ഥന കൊണ്ട് മുഖരിതമാണ് ഈ ധ്യാന കേന്ദ്രവും പരിസരവും. വെരി റെവറന്റ് ഫാദർ വിൻസെന്റ് ഒല്ലൂക്കാരൻ 1994 അട്ടപ്പാടിയിലുള്ള താവളം ഹോളി ട്രിനിറ്റി ഫൊറോന പള്ളിയിൽ ഞാൻ ചാർജ് എടുക്കുകയാണ്. ആ അവസരത്തിൽ അവിടെ പ്രാർത്ഥന ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. 1996 ബഹുമാനപ്പെട്ട സേവ്യർ വട്ടായിലച്ചൻ കാരറായിട്ട് വകയിൽ വരികയും തുടർന്ന് പ്രാർത്ഥനയെക്കുറിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ദൈവം വലിയ പ്രചോദനം കൊടുക്കുന്ന അനുഭവങ്ങളും അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അതിന് ഫലമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. വാസ്തവത്തിൽ അതായിരുന്നു അതിന്റെ തുടക്കം. ഏതൊരു സസ്യവും അത് 30, 100, 60 മേനി പുറപ്പെടുവിക്കണമെങ്കിൽ, ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അത് ഇഴുകിച്ചേരണം, മണ്ണോട് ചേർന്ന് ഇല്ലാതായി മാറണം. കർത്താവിന്റെ തിരുവചനം മനുഷ്യഹൃദയങ്ങളിൽ വന്നു വീഴുമ്പോൾ മാത്രമേ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ അവന് സാധിക്കുകയുള്ളൂ. അതിന്റെ ശക്തമായ നിദാനമാണ് ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വരികയും തുടർന്ന് ഉള്ള കാലഘട്ടങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് ഇല്ലായ്മയിൽ നിന്ന്, ആ ചെറിയ വ്യക്തിയിൽ നിന്ന് വലുതായി വരുന്ന അനുഭവമായിരുന്നെന്ന് ഒരു ദിവസം അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അച്ഛൻ, മുന്നോട്ട് പോകാനായിട്ട് പ്രയാസമുണ്ടല്ലോ, നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് പോയി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് മനസ്സിലേക്ക് വന്ന ഒരു സന്ദേശമാണ്. അതിങ്ങനെയായിരുന്നു സന്ദേശം: വേണ്ട വിധത്തിൽ നട്ടു നനച്ചാൽ ഫലം ഞാൻ പുറപ്പെടുവിക്കും. തുടർന്ന് പുറപ്പാടിന്റെ പുസ്തകത്തില് 33-ാം അധ്യായം 17-ാം തിരുവചനമാണ് ദൈവം സംസാരിക്കുക. നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരും. നിന്നെ എനിക്ക് നന്നായി അറിയാം, നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് പ്രാർത്ഥനയിലെ ശക്തിയായി ആ പ്രസ്ഥാനം വളരുകയാണ്. ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ അവിടെ ഉണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെയും പ്രാർത്ഥന, ജപമാല വഴിയായിട്ടുള്ള നീണ്ട പ്രാർത്ഥനയും ജാഗരണ പ്രാർത്ഥനയും തപസ് ചെയ്തുള്ള പ്രാർത്ഥനയും എല്ലാം ശക്തമായി ഈ ധ്യാന കേന്ദ്രത്തെ വളർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രത്യേകം ദൈവം എന്നെയും ഈ നിയോഗത്തിലേക്ക് ഒന്നിച്ചു ചേർക്കുകയായിരുന്നു. ഇന്ന് ഈ സെഹിയോൻ ധ്യാന കേന്ദ്രം വളരെ ശക്തിയായി മലമുകളിൽ നിന്ന് പ്രകാശിക്കുന്ന പ്രകാശഗോപുരമായി അത് വളർന്നതിനെ കുറിച്ച് വളരെയധികം സന്തോഷമുണ്ട്. കൂടുതൽ കൂടുതൽ മനുഷ്യഹൃദയങ്ങളെ ദൈവത്തിനു വേണ്ടി ആത്മാക്കൾ ഒരുക്കുവാൻ ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിന് സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. സെഹിയോനിലേക്കൊരു യാത്ര. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു.
കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും, ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രണ്ട് കണ്ണും കാഴ്ചയില്ലാത്ത സഹോദരനാണിത്. കർത്താവിത അദ്ദേഹത്തിന്റെ കാലുകൾക്ക് ബലം നൽകി, മസിലുകൾക്ക് ശക്തി നൽകി. രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട ഈ സഹോദരനെ കർത്താവ് സുഖപ്പെടുത്തി. ഈ സഹോദരൻ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം വലിയ അത്ഭുതമാണ് ഇന്നലെ ആരാധനയുടെ സമയത്ത് ചെയ്തത്. ഇന്നലെ ആരാധന സമയത്ത് കർത്താവ് അടുത്ത് ചെന്നിരുന്ന് ഈ സഹോദരനെ ശക്തി കൊടുത്ത് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തി സഹോദരനോടൊന്ന് സ്തുതിക്കാം. പേര് പറ. പേര് ലക്ഷ്മണൻ. ഇവിടെ അടുത്ത് തന്നെ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കാളിയാൻപുഴ എന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്നു. 10 വർഷം മുമ്പ് കിണറ്റിൽ വീണ് 2 കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു. അതോടെ എന്റെ കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. ഒരുപാട് ചികിത്സകൾ ചെയ്തു. പക്ഷേ കാലുകൾക്കുള്ള ശേഷി പൂർണ്ണമായിട്ടും ലഭിച്ചില്ല, കണ്ണിന്റെ കാഴ്ചയും ലഭിച്ചില്ല. ഇന്നലെ ഉണ്ടായ അനുഭവം എന്താ? ഇന്നലെ ഉണ്ടായ അനുഭവം, ഇന്നലെ ആരാധനയുടെ സമയത്ത്, അതായത് മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഇവിടെ വന്നില്ല, ഒരേ റൂമിൽ തന്നെയായിരുന്നു. ബെഡിലിരിക്കുമ്പോൾ കൈകൾ ഉയർത്തി ആരാധന വാചനിക്കുമ്പോൾ ആരാണെന്നറിയില്ല. എന്റെ റൂമിൽ ഒരു അച്ചാച്ചനുണ്ട്. അച്ചാച്ചനില്ല, അച്ചാച്ചൻ ഇവിടേക്ക് പോകുന്നു. ഞാൻ തന്നെയുള്ള റൂമിൽ തൊട്ടടുത്ത് മുട്ടിച്ചേർന്ന് ആരാ വന്നിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ആ ആരാധന തീരുന്നതുവരെ. അതുപോലെ തന്നെ ഇന്നലെ രാവിലെ പ്രഭാഷണം കഴിഞ്ഞ ആരാധനയുടെ സമയത്ത് എനിക്ക് വടികുത്തിയിട്ട് അധികം നേരം എവിടെയെങ്കിലും ഇരുന്നാൽ എഴുന്നേൽക്കണമെങ്കിൽ വടി വേണം. പക്ഷേ ഇന്നലെ ആരാധന സമയത്ത് ഞാൻ കസയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് വടിയുടെ സഹായം വേണ്ടി വന്നില്ല. തീർത്താനുള്ള ശേഷി എനിക്ക് വന്നു. കർത്താവിന്റെ ശക്തി എന്നിലേക്ക് പ്രവഹിച്ചു. എനിക്ക് ഇപ്പോഴാ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ആ അങ്ങേ തല തുടങ്ങി ഇവിടെ വരെ വടിയുടെ സഹായമില്ലാതെ ആരും പിടിക്കാതെ തന്നെ ഞാൻ നടന്നു. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മമാരെ, സഹോദരന്മാരെ, നിങ്ങൾ വിശ്വസിക്കുക. ജീവനുള്ള ദൈവം എന്നെ രക്ഷിച്ചതുപോലെ തന്നെ നിങ്ങളെയും രക്ഷിക്കും. നിങ്ങൾ വിശ്വസിക്കൂ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ള മഹത്വചനം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ അച്ഛനോട് പറഞ്ഞതുപോലെ വിശ്വസിക്കൂ. എല്ലാവരും പറയുക, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ആവർത്തിച്ച് പറ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സഹോദരൻ വേറെയും ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്, അതും വെളിപ്പെടുത്തുന്നു. എനിക്ക് അധികം നേരം ഇരിക്കാൻ കഴിയില്ല. ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഈ നടുവിനും പുറത്തിനും ഭയങ്കര വേദന. പക്ഷേ ഇന്നിപ്പോൾ ഈ നേരം വരെ ഇവിടെ ഇരുന്നു. ഇന്നലെ രാവിലെ തുടങ്ങി വൈകിട്ട് രാത്രി ഉള്ള പ്രഭാഷണത്തിനെല്ലാം ഇവിടെ ഇരുന്നു. എനിക്കൊരു വിഷമം ഉണ്ടായില്ല. ഞാൻ സുഖമായി ഇവിടെ ഇരുന്നു. നടുവിന് വേദനയോ യാതൊന്നും ഉണ്ടായില്ല, ഒരു വിഷമം ഉണ്ടായില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം. എനിക്ക് പറഞ്ഞാൽ യാതൊരു ലജ്ജയുമില്ല. കാരണം എവിടെയെങ്കിലും ബസ് യാത്ര ചെയ്തു വന്നാൽ എനിക്ക് 2 ദിവസത്തെ ഇവരെ നിലത്തിരിക്കാൻ കഴിയില്ല. കാരണം എന്റെ ഇടത്തെ ചന്തിയിൽ ഒരു കുരു ഉരുണ്ടുകൂടി വരും, മുഴുത്ത നെല്ലിക്ക വലിപ്പത്തിൽ. അത് വീണ്ടും പഴുത്ത് പൊട്ടിപ്പോയതിനു ശേഷമേ എനിക്ക് ശരിക്കും നിലത്തിരിക്കാൻ കഴിയുള്ളൂ. ഈ ഇരിപ്പെല്ലാം ഇരുന്നിട്ടും ഇന്ന് എനിക്ക് അവിടെ ഒരു ചെറിയ പാടല്ലാതെ, നേരത്തെ ഉണ്ടായിരുന്ന ആ പാടല്ലാതെ ആ വ്രണം ഉയർത്ത് വന്നിട്ടില്ല. ഇന്നലെ ഇരുന്നു, ഇന്ന് മണിക്കൂറുകൾ ഇരുന്നു. ആ സഹോദരന് അങ്ങനെ ഒരു മഴയോ പരിയോ വന്നില്ല. ആ കർത്താവ് എന്നെ സുഖപ്പെടുത്തി. ഞാൻ വിശ്വസിച്ച എന്റെ ദൈവം, ജീവനുള്ള എന്റെ ദൈവം എന്നെ സുഖപ്പെടുത്തി. ഞാനിത് നിങ്ങളിവിടെ ഇടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. മറ്റൊരു അത്ഭുതം കർത്താവ് ഈ സഹോദരന്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ചെയ്തു കൊടുത്തു. കൺവെൻഷൻ തുടങ്ങി അന്ന് മുതൽ ഈ സഹോദരന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നു. അതെ, മറ്റൊരു അത്ഭുതം ഞാൻ പറയാം. കാലിന്റെ മസിൽ കയറുന്നുള്ള ഗുളിക, ശരീരത്തിന്റെ ഈ ഇടതുകാലിന്റെ എല്ലിനുള്ള ഭയങ്കര ചൊറിച്ചിലും വേദനയും അതിനുള്ള ഗുളിക, അതുപോലെ ഉറക്ക ഗുളിക, വേദനയ്ക്കുള്ള ഗുളിക, ഈ 4 ഗുളികയും സ്ഥിരം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു.
ഇപ്പോൾ ഇന്നലെ ഒരു ഗുളികയും ഞാൻ കഴിച്ചില്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. രാത്രിയിൽ കാല് നീട്ടി വയ്ക്കാൻ കഴിയില്ലായിരുന്നു, മസിലുരുണ്ട് കയറും. ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇനിയാന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇന്ന് ഇതേവരെ യാതൊരു കുഴപ്പവുമില്ല. ഇന്നലെ ഗുളിക ഒന്നും കഴിച്ചില്ല, പക്ഷെ രോഗപീഠ അദ്ദേഹത്തെ അലട്ടിയില്ല. കയ്യെട്ട് ദൈവത്തിന് പറയുന്നു, ദൈവമഹത്വം ദർശിക്കും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലും കർത്താവ് ഇടപെടും. വിശ്വസിക്കുന്നുവോ? ഈ സഹോദരന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു. ആ അത്ഭുതം പറയും. അതെ, നോക്കൂ, 12-13 മാസമായി ഞാൻ വികലാംഗനാണ്. എനിക്ക് പെൻഷൻ 13 മാസമായി കിട്ടിയിട്ടില്ല. ഞാൻ ധ്യാനത്തിന് പോകുന്നതിന് മുമ്പ് ഇവിടെ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ അയൽവാസിയായ ഇവിടുത്തെ ഒരു ശുശ്രൂഷകൻ പറഞ്ഞു, പൈസയുടെ കാര്യത്തിൽ ലക്ഷ്മണൻ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരമുണ്ടാക്കാം. ലക്ഷ്മണൻ പോരണം. ഞാൻ സമ്മതിച്ചു, പോരാമെന്ന് സമ്മതിച്ചു. പക്ഷേ വൈകുന്നേരമായപ്പോഴും മടി. പക്ഷേ വീണ്ടും എനിക്ക് പോരണം തോന്നി. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ എത്തി. ആഴ്ച രാവിലെ ആ ശുശ്രൂഷകന്റെ മകനും എന്റെ ഭാര്യയും കൂടി ഇവിടെ കൊണ്ടാക്കി. ആ കിട്ടാതിരുന്ന പെൻഷൻ ഇന്നലെ രാവിലെ ഒരു 11 മണിയായപ്പോൾ പോസ്റ്റ്മാന്റെ കൂടെ എന്റെ ഭാര്യ ഇവിടെ വന്നു. ഞാൻ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. പൈസ എനിക്ക് ലഭിച്ചു. 13 മാസമായി മുടങ്ങിക്കിടന്നിരുന്ന പെൻഷന്റെ പണം ഇന്നലെ ഇവിടെ കൺവെൻഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കർത്താവ് കൊടുത്തു. ഹാലേലൂയ. തടസ്സങ്ങൾ മാറ്റി കർത്താവ് ഇടപെട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന പണം കർത്താവ് ഇടപെട്ട് അദ്ദേഹത്തിന് ലഭിക്കാൻ തക്ക വിധം ഈ ദിവസങ്ങളിൽ അസാധ്യങ്ങളെ സാധ്യമാകുന്ന ദൈവം അത്ഭുതങ്ങളെ ചെയ്തല്ലോ. കൈകൾ ഉയർത്തി അടിച്ചു ദൈവത്തെ മാറ്റപ്പെടുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കൂ, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ 16-ാം അധ്യായം 31-ാം വാക്യം പറയുന്നു. ഹല്ലേലൂയ. 10 വർഷമായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് വായിക്കാനോ അല്ലെങ്കിൽ ദൈവവചനം വായിച്ച് മനസ്സിലാക്കാനോ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ഓർമ്മശക്തിയിലൂടെ വചനങ്ങളെല്ലാം ഓർക്കാനുള്ള കൃപ കൊടുക്കും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഈ സഹോദരൻ ആവർത്തിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ? ഹാലേലൂയ. ഈ സഹോദരൻ ഉപയോഗിച്ചിരുന്ന വടിയാണ് ആ കാണുന്നത്. 2 കണ്ണും കാണാത്ത ഈ സഹോദരനിൽ കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. വടിയുടെ സഹായം കൂടാതെ എഴുന്നേൽക്കാനും വടിയുടെ സഹായം കൂടാതെ നടക്കാനും കർത്താവ് ആ മകന്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ടു. രോഗത്തിടക്ക മടക്കിയെടുത്തു, ശാപത്തിടക്ക ചുരുട്ടിയെടുത്തു, ജീവനിലേക്ക് നടന്നു പോകും നീ, ജീവനിലേക്ക് നടന്നു പോകും നീ. പെരുമഴ പോൽ പെയ്യുന്നു. സെഹിയോനിലേക്കൊരു യാത്ര. അന്ധന്മാർ കാണുന്നു, രാജേന്ദ്ര, ചെകിടന്മാർ കേൾക്കുന്നു, ഇന്നേ വരെയും ലോകത്തിൽ കേട്ടു കേൾവിയില്ലാത്ത, ഇന്നേ വരെയും ലോകത്തിൽ കേട്ടു കേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. എന്റെ പേര് വാസു. എന്റെ മകനാണ് ഇവിടെ നിൽക്കുന്നത്. അവൻ സംസാരിക്കാൻ സാധിക്കാത്തൊരു മകനായിരുന്നു. തീരെ മിണ്ടിയിരുന്നില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ യേശുവേന്ന് വിളിക്കാൻ അവന് ശക്തി കിട്ടി. ഈ നിൽക്കുന്ന വ്യക്തി സംസാരിക്കാൻ കഴിവില്ലാത്ത, ജനിച്ചതിന് ശേഷം ഇന്ന് വരെ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. കർത്താവിനെ ആരാധിച്ചപ്പോൾ, കർത്താവിനെ നാമം അപേക്ഷിച്ചപ്പോൾ ഈ മകന്റെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു. ഇപ്പോൾ ഈ മകന് സംസാരിക്കാനുള്ള കൃപ, കർത്താവിനെ വിളിക്കാനുള്ള കൃപ, പേര് പറയാനുള്ള കൃപ കർത്താവ് കൊടുത്തു. ഹാലേലൂയ. രാജേന്ദ്രൻ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ രാജേന്ദ്രൻ, കർത്താവേ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര നാളായി ഇങ്ങനെ സംസാരിക്കാതായിട്ട്? സംസാരിക്കാൻ ജനിച്ചപ്പോൾ മുതൽ എങ്ങനെയായിരുന്നു? ജനിച്ചപ്പോൾ മുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു മൂളൽ മാത്രമേ ഈ സഹോദരന് പുറപ്പെടുവിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പേരും കർത്താവിന്റെ നാമവും കർത്താവിന്റെ സ്തുതിയും ഈ സഹോദരൻ വ്യക്തമായി പറയുന്നു. ഒരിക്കൽ കൂടെ പേര് ഉറക്കെ പറ. രാജേന്ദ്രൻ,
കർത്താവേ, കർത്താവേ, യേശുവേ, യേശുവേ, ദൈവമേ, ദൈവമേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ എന്ന് പറയൂ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതുപോലെ ഈ സഹോദരന് ചെവി കേൾക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെവിയുടെ അവസ്ഥ എന്തായിരുന്നു? ചെവി തീരെ കേട്ടിട്ടില്ല. എന്റെ ഇത് പറയുമ്പോ മനസ്സിലാവില്ല. എന്നിട്ട് ചെവി തീരെ കേട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സഹോദരന് ചെവികൾ കർത്താവ് തുറന്നു. പേര് വിളിക്കുമ്പോൾ ഈ സഹോദരൻ ചെവി കേൾവിശക്തി കിട്ടിയതിനാൽ പേര് വിളിക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കും. രാജേന്ദ്ര, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ? രാജേന്ദ്ര, രാജേന്ദ്രൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പേര് പറ. രാജേന്ദ്രൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സഹോദരന്റെ കേൾവിശക്തി കർത്താവ് പുനഃസ്ഥാപിച്ച് നൽകി അനുഗ്രഹിച്ചു. ഏതാണ്ട് 30 വർഷത്തോളമായി ഈ സഹോദരൻ ഈ അവസ്ഥയിലായിരുന്നു. കർത്താവ് സുഖപ്പെടുത്തി. അതുപോലെ സഹോദരന്റെ കാലിന്റെ അവസ്ഥ എന്തായിരുന്നു? കാല് തീരെ മടങ്ങി ഈ പാദങ്ങളെ മുട്ടിച്ച് നിന്നിരുന്ന കുറച്ചു നാൾ മുന്നേ. പിന്നെ ഇങ്ങനെ പുറകോട്ട് ഇപ്പൊ ശരിക്കും നിലത്ത് അമർത്തി വെക്കും. ഹല്ലേലൂയ. സാധാരണ മനുഷ്യന്മാർ കാല് വെക്കുന്നത് പോലെ ഈ 2 കാലുകൾ ഇപ്പോൾ പാദങ്ങൾ നിലത്ത് അമർത്തി വെച്ച് ഇങ്ങനെ കാല് ഇങ്ങനെ നിന്നിരുന്ന കാലാണ്. ഇപ്പൊ കാല് ശരിക്കും നിലത്ത് പാദങ്ങൾ അമർത്തി വെച്ച് നടക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സംസാരിക്കാത്ത ആളാണ് ഈ സംസാരിച്ചത്. ഹല്ലേലൂയ. അന്ധന്മാർ കാണുന്നു. എന്റെ പേര് തങ്കച്ചൻ. എനിക്ക് ചെപ്പൂടം എന്ന സ്ഥലത്ത് താമസിക്കുന്ന തൊടുപുഴ. എനിക്ക് ജന്മന ഉണ്ടായിരുന്ന ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. അതിവിടെ വന്ന് ധ്യാനത്തിന് ഇപ്പൊ കുംസാരം കഴിഞ്ഞു കഴിഞ്ഞ് കൗൺസിലിങ്ങിന് പോയി. ആ സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കാഴ്ച പൂർണ്ണമായിട്ട് തെളിഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജന്മന ഒരു കണ്ണിന് കാഴ്ചശക്തി കുറവുണ്ടായിരുന്നു. അത് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാം ചിന്ത സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. സെഹിയോനിലേക്കൊരു യാത്ര. വെരി റവറന്റ് ഫാദർ ജോസ് കൊച്ചുപറമ്പിൽ. സിഹിയോനിലേക്ക് ഒരു യാത്ര എന്ന കാസറ്റ് പ്രകാശനം ചെയ്യുന്നുവെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. സിഹിയോന്റെ ആരംഭ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സേവ്യർ വട്ടായച്ചനുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഞാൻ താവളം ഫൊറോനയുടെ വികാരിയായി ചാർജ് എടുത്തപ്പോൾ സിഹിയോന്റെ വളർച്ചയിൽ അച്ഛനുമായി സഹകരിച്ച് വളരെയധികം പ്രവർത്തിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വളരെയധികം ജനങ്ങൾ സിഹിയോനിൽ നിന്ന് ധ്യാനിക്കുകയും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. സിഹിയോനിലേക്കുള്ള ഒരു യാത്ര എന്ന കാസറ്റ് കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. സെഹിയോനിലേക്കൊരു യാത്ര. സൃഷ്ടാവോടൊത്തു ചേർന്നു സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാം. സൃഷ്ടാവോടൊത്തു ചേർന്നു സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാം. ഒരു നവ
പുതുജീവന്റെ ശില്പികൾ നിങ്ങൾ, ഒരു നവയുഗത്തിൻ പ്രവാചകർ. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് തേവറുകുന്നേൽ, ഭാര്യ മഞ്ജു. ഞങ്ങൾ പാലാരൂപതയിൽ തുടങ്ങനാട് ഫൊറോനപ്പള്ളി ഇടവകയിൽ താമസിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷത്തോളമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. 99 ജനുവരിയിലായിരുന്നു ഞങ്ങളുടെ വിവാഹം. പല ചികിത്സകളും ട്രീറ്റ്മെന്റുകളും നടത്തി. അങ്ങനെ ഇരിക്കെ 2004 മാർച്ച് മാസത്തിൽ അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒരു ധ്യാനം ഞങ്ങളുടെ ഇടവകയിൽ വന്നു. ആ ധ്യാനത്തിൽ ഞങ്ങൾക്ക് സംബന്ധിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ വട്ടായിലച്ഛൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ട്രീറ്റ്മെന്റുകൾ കൊണ്ടും ചികിത്സകൾ കൊണ്ടും യാതൊരു ഫലവും ഉണ്ടാകുകയില്ല, എവിടെയെങ്കിലും പോയി ഒരാഴ്ചത്തെ ധ്യാനത്തിൽ സംബന്ധിക്കാൻ പറഞ്ഞു. അതുപ്രകാരം ഞങ്ങൾ 2004 ജൂൺ മാസത്തിൽ ഞങ്ങൾ അട്ടപ്പാടി സഹിയോനിലെ ധ്യാനത്തിന് പോയി. അവിടെ കൗൺസിലിങ്ങിന്റെ സമയത്ത് ദൈവം വെളിപ്പെടുത്തി തന്നു, അടുത്ത വർഷം ജൂൺ മാസത്തിൽ നിങ്ങൾ ഒരു കുട്ടിയെ താലോലിക്കുന്നതായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ആ ധ്യാനത്തില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളിലുണ്ടായി. കൃത്യം 1 വർഷത്തിന് ശേഷം 2005 ജൂൺ മാസം 24-ാം തീയതി ഞങ്ങൾക്കൊരു ആൺകുട്ടി ഉണ്ടായി. ഇപ്പൊ ഇതിന് 9 മാസം ആയി. പേര് കെവിൻ. യേശുവിന്റെ അനന്തമായ കാരണത്തിന് നന്ദി. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. എൻ്റെ പേര് ലോറൻസ് എന്നാണ്. എൻ്റെ ഭാര്യ സിജി, മോള് സാൻവിയർ. കഴിഞ്ഞ 5 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ബാബുചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്, സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്തായാലും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന്. അതിനനുസരിച്ച് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ കാലയളവിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച സ്ഥലത്തേക്ക് വീണ്ടും ചെല്ലുകയും 1 മാസത്തിന് ശേഷം ഞങ്ങൾ ചെക്കപ്പ് നടത്തുകയും ഉണ്ടായി. അപ്പോൾ ആ റിസൾട്ട് വളരെ പോസിറ്റീവായിരുന്നു. അവൾ ഗർഭിണിയായി. ഇപ്പോൾ കൊച്ചിന് 1 വർഷം കഴിഞ്ഞു. ദൈവത്തിന് സ്തുതി. സിഹിയോനിലേക്കൊരു യാത്ര. ഇന്നേവരെയും ലോകത്തിൽ കേട്ടു കേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. ഇന്നേവരെയും ലോകത്തിൽ കേട്ടു കേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ഞാൻ മേലുകാവ് സ്വദേശിയാണ്. പേരെന്താ? പേര് തോമസ്. പുലിക്കാട്ടിൽ എന്ന് വീട്ടുപേര്. ഞാൻ 2-3 കൊല്ലങ്ങൾക്ക് മുൻപ്, 5-6 കൊല്ലത്തിന് മുൻപ് തളർച്ച ബാധിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ കൊച്ചുപറമ്പൽ തോമസിന്റെ ഭവനത്തിൽ ബ്രദർമാർ വരികയും അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് ഞാൻ അവരെ സമീപിച്ചു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നെ കുറെ ദുസ്വഭാവങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാമെങ്കിൽ രോഗത്തിന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ സമ്മതിച്ചു, പ്രാർത്ഥിച്ചു. എന്റെ കയ്യിൽ അന്നേരത്തും കുറെ ബീഡികൾ ഉണ്ടായിരുന്നു. അതൊക്കെയും പരിച്ഛേദം ഞാൻ കളഞ്ഞ് അത് ആ വീട്ടിൽ തന്നെ ഇട്ട് ചുട്ടു നശിപ്പിച്ച് കളഞ്ഞു. അത് പിന്നെ ഇന്ന് വരെയും ഞാൻ ബീഡിയോ ലഹരി സാധനങ്ങളോ ഉപയോഗിച്ചിട്ടില്ല. ഞാനിന്ന് എന്റെ കൈയെല്ലാം തളർന്ന് കാലുമെല്ലാം തളർന്ന് ഞാൻ രോഗക്കിടക്കയിലായിരുന്നു. 5-6 മാസം തുടർച്ചയായി ആശുപത്രി കിടന്നവനാണ്. എനിക്ക് ദൈവം സൗഖ്യം തന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം സൗഖ്യം തന്നു. ഞാൻ സഹിയോനിൽ അട്ടപ്പാടിയിൽ പോയി ധ്യാനം കൂടി തിരിച്ചു വന്ന് ഞാൻ ഒരു 19 ചൂട് കപ്പ ഇടാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ആ കൊല്ലം കപ്പ ഇട്ടു. ആഹാരം കഴിക്കാൻ കഴിയാതിരുന്ന് സഹിയോനിൽ ചെന്ന് ഒരു ധ്യാനം കൂടിയപ്പോൾ അന്നീ കൈയെടുത്ത് ആഹാരം കഴിച്ചു. അങ്ങനെ ദൈവം എന്നെ എല്ലാത്തിനും സഹായിച്ചു. എന്നെ ഇവിടെ എല്ലാവർക്കും തന്നെ സുപരിചിതനായ ആളാണ്. ഈ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പച്ചൻ 5-6 വർഷമായിട്ട് ഈ കൈയൊന്ന് ഇങ്ങനെ അനക്കാൻ പോലും പറ്റാതെ അങ്ങനെ വളരെ തളർച്ച ബാധിച്ച് കിടക്കുകയായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രദർമാർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഒരുപാട് കയ്യിൽ പ്രത്യേകിച്ച് പുകവലി അങ്ങനെയുള്ള പല തിന്മകളുണ്ട്, അതെല്ലാം ഉപേക്ഷിച്ചാൽ ഈശോ സൗഖ്യം തരുമെന്ന് പറഞ്ഞ് അതനുസരിച്ച് അദ്ദേഹം വിശ്വസിച്ച് പുകവലിയും മദ്യപാനവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ചുട്ടുകരിച്ച് കളഞ്ഞ് അതിനുശേഷം സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടിയപ്പോൾ ഈ സഹോദരൻ 6 വർഷമായി അനക്കാൻ പറ്റാതിരുന്ന കൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പാത്രത്തിൽ ഇരിക്കുന്ന ചോറ് വായിലേക്ക് ഒന്ന് എടുത്തു വെക്കാനായിട്ട് കൈ നീങ്ങില്ലായിരുന്നു. അങ്ങനത്തെ കൈ ഇപ്പോൾ അനായാസം ഇങ്ങനെ ഉയർത്താൻ പറ്റും. കൈ ഒന്ന് ഉയർത്തി കാണിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോറ് വായിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ പറ്റാത്ത കൈയാണ് ഇപ്പോൾ മേലെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത്. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. നന്നായി കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തുന്നു. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ. സെഹിയോനിലേക്കൊരു യാത്ര. മാസത്തിന്റെ ആദ്യ ഞായർ ഒഴികെയുള്ള എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ആരംഭിച്ച് വെള്ളിയാഴ്ച രാവിലെ 8:30 സമാപിക്കുന്ന ആന്തരിക സൗഖ്യ വളർച്ചാ ധ്യാനം ഇവിടെ നടക്കുന്നു. ഈ ധ്യാനത്തിലെ വചനവിരുന്നും സേവ്യർ ഖാൻ അച്ഛന്റെ വിടുതൽ ശുശ്രൂഷയും ഇന്ന് ലോക ശ്രദ്ധയാകർഷിച്ചു തുടങ്ങി. ഇന്ത്യക്കകത്തുനിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ധ്യാനത്തിൽ സംബന്ധിക്കുവാൻ മാത്രമായി ദൈവജനം ഇവിടെ എത്തുന്നു. ധാരാളം വൈദികരും സിസ്റ്റേഴ്സും ഇവിടെ ഓരോ ആഴ്ചയിലും ധ്യാനിക്കുവാനായി എത്തുന്നു. വൈദികർക്കും സിസ്റ്റേഴ്സിനും പ്രത്യേകം താമസ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളം മുഴുവനും ഇന്ത്യയിലെ അനേകം സംസ്ഥാനങ്ങളിലും ഭാരതത്തിനു വെളിയിൽ 2 ഡസനിൽ പരം ധ്യാനങ്ങളും നടത്തിയിട്ടുള്ള ബ്രദർ സാബു ഇവിടെ സേവ്യർ ഖാൻ വട്ടായിൽ അച്ഛനോടൊപ്പം വചന ശുശ്രൂഷയിൽ സഹായിക്കുന്നു. സെഹിയോനിലേക്കൊരു യാത്ര. എന്റെ പേര് ഷനോ. ആദ്യം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ആദ്യം ഒരു മുഴ ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഇടി ഉണ്ടായിരുന്നു, കുലുക്കമുണ്ടായിരുന്നു. അത് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അവിടെ മുഴയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ ഇവിടുത്തെ മുഴയുടെ പകുതി പോയി. അവിടെ ഇവിടെ കുറച്ച് കഴിഞ്ഞ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് വൈകിട്ടായപ്പോഴത്തേക്ക് അതിന്റെ പകുതിയും ഒരുപാട് കുറഞ്ഞു. പിന്നെ എന്റെ ഇവിടെ ഒരു മുഴ ഉണ്ടായിരുന്നു. ഇവിടെ വരുന്നതിന് ഒരാഴ്ച മുന്നേ ഇവിടെ ഒരു വലിയൊരു മുഴ ഉണ്ടായിരുന്നു, അത് പോയി. ഇപ്പം തീർച്ചയായും പോയി. ഈശോയെ നന്ദി. ഈ സഹോദരൻ ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ ശരീരത്തിൽ 3 മുഴകള്, കഴുത്തിന്റെ ഈ സൈഡിലും ഈ സൈഡിലും കയ്യിലും ഒരു മുഴ. ധ്യാനത്തിന് വരുന്നതിന് തീരുമാനം എടുക്കുന്ന മുമ്പ് ഒരു മുഴയും ഉദരത്തിന്റെ ഒരു സൈഡിലും മുഴ. കർത്താവ് ധ്യാനത്തിന് തീരുമാനം എടുത്തപ്പോൾ തന്നെ ഉദരത്തിന്റെ ഭാഗത്തുള്ള മുഴ സുഖപ്പെടുത്തി കൊടുത്തു. ഈ ധ്യാനത്തിൽ വന്ന് ആദ്യത്തെ ആരാധന ദിവസം തന്നെ കഴുത്തിലെ ഈ ഭാഗത്തുള്ള മുഴ സുഖപ്പെടുത്തി. ഈ മുഴ എന്റെ കർത്താവ് സുഖപ്പെടുത്തി എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് തിരിച്ചു നോക്കുമ്പോൾ ഈ ഭാഗത്തുള്ള മുഴയുടെ പകുതിയും കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും തുടർന്നുള്ള ദിവസം ആരാധന നടത്തി. ഇപ്പോൾ ഈ ഭാഗത്തുള്ള മുഴ ഒരു 90% വിട്ടുപോയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രകടമായി അത്ഭുതം ചെയ്ത് ഈ മകന് തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. ഇതുപോലെ ഉന്തി നിൽക്കണ, ഇത് തൊട്ടാലും താന്നു പോകുന്നില്ല, ശരിക്കും ഇങ്ങനെ ഉന്തി നിൽക്കുന്ന മുഴയാണ്. കണ്ടില്ലേ? ഹല്ലേലൂയ. ഇതുപോലത്തെ മുഴകളാണ് കഴുത്തിൽ നിന്ന് അപ്രത്യക്ഷമായത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ കയ്യിലത്തെ മുഴ മാത്രമേ ഇനി പോകാനുള്ളൂ. അതും കർത്താവ് സുഖപ്പെടുത്തും. ഈ കഴുത്തിലെ മുഴ ഇതിനേക്കാൾ വലുതായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇരുന്ന് മുഴയാണ്, അതാണ് കാണാനില്ലാത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എൻ്റെ ഫ്രാൻസിസ് കല്ലാനോടാണ് വീട്. എൻ്റെ കയ്യിൽ ഒരു 25 കൊല്ലമായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു. 25 വർഷമുള്ള മുഴ. ഇന്നലെ മുതൽ അതിന് കുറഞ്ഞു. ഇന്നിപ്പോ തീരെ ഇല്ലെന്നായി. നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഉണ്ടായിരുന്ന മുഴയുള്ള കൈയുടെ ഭാഗം ഇപ്പൊ സാധാരണ പോലെ ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 25 വർഷമുള്ള മുഴ കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. കൈയടിച്ച് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. സെഹിയോനിലേക്കൊരു യാത്ര. പാലക്കാട് ടൗൺ ഹാൾ കോയമ്പത്തൂർ ശുശ്രൂഷകൾ. ദീർഘദൂരം യാത്ര ചെയ്ത് അട്ടപ്പാടിയിലെത്താൻ ബുദ്ധിമുട്ടുള്ളവർക്കായി സെഹിയോൻ ടീം എല്ലാ 3-ാം ഞായറാഴ്ചകളിലും പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 150 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ടൗൺ ഹാൾ അനക്സിൽ വെച്ച് രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ സേവ്യർ അച്ഛന്റെ നേതൃത്വത്തിൽ ശുശ്രൂഷകൾ നടത്തുന്നു. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ഗാന്ധിപുരം പള്ളിയിൽ മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ രാത്രി 8:30 വരെ ഇതുപോലുള്ള ശുശ്രൂഷകൾ ക്രമീകരിച്ചിട്ടുണ്ട്. സെഹിയോനിലേക്കൊരു യാത്ര. പേര് തങ്കച്ചൻ, ചെമ്പുകടവ്. എന്റെ കൈക്ക് 4-5 മാസമായിട്ട് കൈ തളർന്നു പോയതായിരുന്നു. കുറച്ച് മരുന്നൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇവിടെ വരുമ്പോ ഒരു ഗ്ലാസ് പോലും എടുക്കത്തില്ലായിരുന്നു. ഇപ്പം ശരിയായി, ശരിക്കും മടക്കാറായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കൈ ഇങ്ങനെ തിരിക്കാനും മടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളായിരുന്ന കൈയായിരുന്നോ? ഇപ്പൊ ശരിക്കും തിരിക്ക് നന്നായിട്ട്. ഹല്ലേലൂയ. ഇവിടെ വന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ എന്റെ കൂട്ടത്തിൽ വന്ന പിള്ളേരെ എടുത്താണ്. ഈ കസേര ഒന്ന് എടുക്കാവോ? യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ പറ്റാത്ത വിധം കൈ ബുദ്ധിമുട്ടുള്ള കൈയായിരുന്നു. ഇപ്പൊ ഇതുപോലെ 2-3 കസേര ഒറ്റയടിക്ക് പൊക്കിയെടുക്കാന്നാണ് പറയണത്. കൈയടിച്ച് കർത്താവിന് കുളിക്കാൻ പോയപ്പോ ഞാൻ ഒരു ബക്കറ്റ് പൊക്കി നോക്കിയതാ. ഇപ്പൊ കുളിക്കാൻ പോയപ്പോ ഒരു ബക്കറ്റ് വെള്ളം ഞാൻ പൊക്കി നോക്കി. ഇവിടെ കുളിക്കാൻ നേരത്ത് ഒരു ബക്കറ്റ് വെള്ളം ഈ കൈ കൊണ്ട് പൊക്കി നോക്കി. അപ്പോഴും കുഴപ്പമില്ല. ഈ കൈ കൊണ്ട് ഒരു ബക്കറ്റ് വെള്ളം പോലും പൊക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ. കൈയടിച്ച് സന്തോഷത്തോടെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. അഭിഷേകാഗ്നി. ഏപ്രിൽ 3-ാം തീയതി സെഹിയോനിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിനമായിരുന്നു. അന്നേ ദിവസം സെഹിയോൻ ടെലിവിഷന്റെ ഉദ്ഘാടനം അഭിവന്ദ്യ മാർ ജേക്കബ് മനത്തോടത്തെ പിതാവ് ദീപം തെളിയിച്ച് നിർവഹിച്ചു. എല്ലാ ഞായറാഴ്ചയും രാത്രി 8:30 മുതൽ 9 വരെ
അഭിഷേകാഗ്നി പ്രോഗ്രാം ഷാലോം ചാനലിലൂടെ നിങ്ങൾക്കു ലഭിക്കുന്നു. സേവ്യർ ഖാൻ അച്ഛന്റെ വചനപ്രഘോഷണം അത് ആദരങ്ങൾ കൊണ്ട് ഉറക്കെ പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ വചനങ്ങൾ ഈ കാര്യം സാക്ഷിക്കുന്നു. വിടുതൽ ശുശ്രൂഷകൾ, അഭിഷേകാഗ്നി ജനഹൃദയങ്ങളെ കീഴടക്കി കഴിഞ്ഞു. ഇവയിലൂടെ അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കുന്നു. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. എന്റെ പേര് മാത്യു, പേരാവൂർ ഇടവയാണ്, കണ്ണൂർ ഡിസ്ട്രിക്ട്. 1990 എന്റെ കാലിന്റെ ഈ ജോയിന് തേയ്മാനം സംബന്ധിച്ച് ഞാൻ 2-3 വർഷം കാലം കിടന്ന കിടപ്പിലായിരുന്നു. ഞാനിവിടെ വരുന്നത് എന്റെ കാല് ഓപ്പറേഷൻ ചെയ്ത ഭാഗം പഴുപ്പ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. ചൊവ്വാഴ്ച മുതൽ ആ പഴുപ്പ് കുറഞ്ഞു. ഇപ്പൊ ആ മുറിവ് ഉണക്കായി. പ്രൈസ് ദി ലോർഡ്. വലിയൊരു അത്ഭുതം കർത്താവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ കാല് ആക്സിഡന്റ് വഴി കാലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പഴുപ്പോടുകൂടിയാണ് ഇവിടെ വന്നത്. തിങ്കളാഴ്ച മുതൽ അത് മുറിവ് കുറഞ്ഞു തുടങ്ങി, പഴുപ്പ് കുറഞ്ഞു. ചൊവ്വാഴ്ച തൊട്ട് കരിഞ്ഞു. ഇപ്പോ മുറിവ് ഉണങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഈ സഹോദരനുള്ളത്. വലിയൊരു അത്ഭുതം. 1990 മുതൽ ഈ പ്രശ്നത്തിൽ കർത്താവ് വലിയൊരു അത്ഭുതം ചെയ്ത് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഒരു 3-4 മാസം മുമ്പ് ഷാലോൺ ടിവിയിൽ അച്ഛന്റെ ആരാധന സ്വരൂപിന്റെ അഭിഷേകാഗ്നി പ്രോഗ്രാം അല്ലേ, ആ പ്രോഗ്രാം കണ്ടിരുന്നു. അത് കണ്ടപ്പോ എന്റെ കയ്യില് അലർജിപരമായിട്ട് ത്വക്ക് രോഗം ഉണ്ടായിരുന്നു. ഞാൻ ആരാധനയുടെ സമയത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആരാധന കഴിഞ്ഞ് 2-3 ദിവസത്തേക്കാവും കയ്യിലെ ആ ത്വക്ക് രോഗം പരിപൂർണമായിട്ട് സുഖമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്വക്ക് രോഗം, അലർജി രോഗം ഉണ്ടായിരുന്നു. ചർമ്മത്തിൽ അലർജി, ത്വക്ക് രോഗം ഉണ്ടായിരുന്നു. ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ ആരാധന സമയത്ത്, അഭിഷേകാഗ്നി പ്രോഗ്രാമിലെ ആരാധനയുടെ സമയത്ത് ഈ സഹോദരൻ ആ ആരാധനയോട് ചേർന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. ശരീരത്തിലെ ത്വക്ക് രോഗം അത്ഭുതകരമായി സുഖപ്പെട്ടു. അതിന് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ധ്യാനത്തിൽ ഈ സഹോദരൻ എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയ സന്തോഷത്തോടെ കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ കാണിച്ചില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ കാണിച്ചില്ല കാലത്തിൽ ഈ ലോകത്തിൽ. സെഹിയോനിലേക്കൊരു യാത്ര. ഷാലോൺ TV അതിലെ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അത്ഭുത സൗഖ്യമാണ്. ഒരു 6-7 മാസം മുമ്പ് ഞാൻ മരത്തിൽ നിന്ന് വീണു കഴിഞ്ഞപ്പോൾ എന്റെ കൈയുടെ വലത്തേക്കയുടെ 2 എല്ല് പൊട്ടുകയും അതോടൊപ്പം എന്റെ ഈ കൈയുടെ കുഴ തെറ്റുകയും ചെയ്തിരുന്നു. ഇത് ആദ്യമേ കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലായിരുന്നു. അവിടുന്ന് എനിക്ക് പ്ലാസ്റ്ററൊക്കെ വിട്ടു. പക്ഷേ അവിടെ നിന്നുള്ള ആ മരുന്നും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് ആ മരുന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ അസഹ്യമായ വേദന, കൈ മുഴുവൻ വീണ്ടും നീര് പോലെ ആയി. എന്റെ ഈ ഇങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ രീതിയിൽ നിന്നപ്പോൾ അടുത്തുള്ള ഒരു നാട്ടുവൈദ്യന്മാരുടെ അടുത്ത് ഈ പ്ലാസ്റ്റർ പെട്ടിയിട്ട് അത് സാധാരണ രീതിയിലുള്ള കെട്ട് കെട്ടി. ആ കെട്ട് ഒരു 6-7 ആഴ്ചയോളം ചെയ്ത് അത് കഴിഞ്ഞ് ഇവര് സെറ്റായി എന്നും പറഞ്ഞ് ഇവരഴിച്ചു തന്നു. അഴിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇവര് ഇതിങ്ങനെ തൂക്കിയാണ് ഇട്ടിരുന്നത്. ഈ തൂക്കിയിട്ടിരുന്ന കയ്യ് ഇവരിങ്ങനെ തിരിക്കാൻ നോക്കിയിട്ട് തിരിക്കാൻ പറ്റുന്നില്ല. ഇവര് അത് പറഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ശരിയാകും എന്നൊക്കെ പറഞ്ഞ് ഇവര് പറയുകയും വീണ്ടും ഒരു 1.5 മാസം കഴിഞ്ഞിട്ടും എനിക്ക് ഒന്ന് ചോറ് വാരി ഉണ്ണാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശാലും എന്റെ അമ്മയും മറ്റുള്ളവരൊക്കെ ഇവിടെ വന്ന് ധ്യാനം കൂടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛനോട് ശാലും ചാനൽ കാണുമ്പോൾ നീ പ്രാർത്ഥിച്ചു നോക്ക്, എന്റെ കൈ തിരിക്കാനുള്ള അനുഭവം
നിനക്കുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന്റെ ആ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാധനയുടെ സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആ പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് എന്റെ കൈക്ക് ഇവിടെ എന്തോന്ന് പൊട്ടുന്ന പോലെ ഒരു ഒച്ച തോന്നി. ഞാൻ അപ്പോൾ എന്റെ വൈഫിനോട് പറഞ്ഞു, എനിക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഞാൻ നോക്കിയപ്പോൾ എന്റെ കൈ ഇങ്ങനെ മലന്നിങ്ങനെ വരുന്നു, ഇങ്ങനെ തിരിഞ്ഞങ്ങ് വന്നു. അങ്ങനെ ഇപ്പോൾ എനിക്ക് ചോറുണ്ണാനും ഒക്കെ ആയിട്ട് സാധിച്ചു. അന്ന് തന്നെ ഞാനൊരു പ്രതിജ്ഞ എടുത്തു, ഇവിടെ വന്ന് ഒരു ധ്യാനം കൂടണമെന്ന്. ഇപ്പോൾ എനിക്ക് ആരുക കുഴപ്പമില്ല, എല്ലാം ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഓർത്തുകൊണ്ട് അവിടത്തേക്ക് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ശരിക്കും കൈ കൊണ്ട് ചോറുണ്ണാനൊക്കെ പറ്റുന്നില്ലേ? ഹല്ലേലൂയ. ആ കൈ ഒന്ന് ഉയർത്തി കാണിക്കാവോ? ഹല്ലേലൂയ. ഈ കൈ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാധനയുടെ സമയത്ത് ഈശോ സുഖപ്പെടുത്തി അനുഗ്രഹിച്ച കൈയാണ്. കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സെഹിയോനിലേക്കൊരു യാത്ര. കണ്ണുനീർ ഒഴുക്കിയ സെഹിയോനിലെ റോസാ മിസ്റ്റിക്ക മാതാവ്. കാഞ്ഞിരപ്പള്ളിയിലെ ഒരു കൊച്ചു ഭവനത്തിൽ രക്തക്കണ്ണുനീരൊഴുക്കിയ മാതാവിന്റെ ഒരു ഫോട്ടോ സേവ്യർ ഖാൻ വട്ടായിലച്ഛന് ലഭിച്ചു. പരിശുദ്ധാത്മാവ് കൊടുത്ത പ്രേരണ അനുസരിച്ച് ആ ചെറിയ പടത്തിൽ നിന്ന് 6 അടി വലിപ്പത്തിലുള്ള ഒരു ഫ്ലെക്സ് അടിച്ച് ആ പടം ഈ കൂടാരത്തിൽ സ്ഥാപിച്ചു. മരിയൻ കൂടാരമെന്ന് ഇതിന് പേര് നൽകി. തുടർന്ന് ഇടമുറിയാതെ അവിടെ ലോകം മുഴുവനും വേണ്ടി ജപമാല പ്രാർത്ഥന ആരംഭിച്ചു. 2006 സെപ്റ്റംബർ 4-ാം തീയതി രാവിലെ 7 മണി മുതൽ 8-ാം തീയതി രാവിലെ വരെ അനേകം പ്രാവശ്യം ഈ റോസാ മിസ്റ്റിക്ക മാതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. അനേകം വൈദികർ, സിസ്റ്റേഴ്സ്, അൽമായർ ഇത് നേരിൽ കണ്ടു. ഈ കൂടാരത്തിൽ നിന്ന് ഇന്ന് 24 മണിക്കൂറും ലോകം മുഴുവനും വേണ്ടി ഇടമുറിയാതെ ജപമാല പ്രാർത്ഥനകളും മരിയൻ സ്തുതിഗീതങ്ങളും ഉയരുന്നു. അനേകായിരങ്ങൾ ഈ കൂടാരത്തിലെത്തി അനുഗ്രഹം പ്രാപിച്ചു. ഇന്നും അത് തുടരുന്നു. സെഹിയോനിലേക്കൊരു യാത്ര. പവർ ഹൗസ്. സെഹിയോന്റെ ശക്തി ഇവിടെ നിന്നാണ്. ഈ 3 കൂടാരങ്ങളിൽ നിന്ന് നിരന്തരം പ്രാർത്ഥന ദൈവജനത്തിന് ലഭിക്കുന്നു.
സെഹിയോനിലേക്കൊരു യാത്ര. ജിം ബുക്ക് സ്റ്റാൾ. പാലക്കാട് രൂപതയുടെ പ്രഥമ പിതാവായിരുന്ന മാർ ജോസഫ് ഇരുമ്പൻ പിതാവിന്റെ നാമധേയത്തിലുള്ള ഒരു ബുക്ക് സ്റ്റാൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇത് അനേകരുടെ ആത്മീയ വളർച്ചയിൽ സഹായിയാണ്. ഇവയിലൂടെ സൗഖ്യങ്ങൾ ഒഴുകുന്നു. സൗഖ്യം പത്രം എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും പുറത്തിറങ്ങുന്നു. 2002 സെപ്റ്റംബർ മാസം ഇതിന്റെ ആദ്യ ലക്കം പുറത്തിറങ്ങി. അഭിവന്ദ്യ പിതാവിന്റെ സന്ദേശം, സേവ്യർ ഖാൻ വട്ടായിലച്ചന്റെ ലേഖനം, അനുഭവ സാക്ഷ്യങ്ങൾ. സെഹിയോൻ അഭിഷേകാഗ്നി. അഭിഷേകാഗ്നി പ്രോഗ്രാം 50 എപ്പിസോഡുകൾ പിന്നിട്ടതിന്റെ ഓർമ്മയ്ക്കായി പുറത്തിറങ്ങിയ മാഗസിൻ. ഈടുറ്റ ലേഖനങ്ങൾ, അനുഭവ സാക്ഷ്യങ്ങൾ. 2006 ജൂൺ 2-ാം തീയതി പുറത്തിറങ്ങിയ ഇതിന്റെ പ്രകാശനം കേരള ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ജോസ് ബേബി MLA രൂപതയുടെ മതബോധന ഡയറക്ടർക്ക് നൽകി നിർവഹിച്ചു. സെഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ വീഡിയോ സീഡികൾ. ചീത്ത കൂട്ടുകെട്ട്, പാപ സാഹചര്യത്തിലേക്ക് പോകുന്നവർക്കൊരു താക്കീത്. സേവ്യർ ഖാൻ വട്ടായിലച്ചൻ മനുഷ്യന്റെ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. സാമ്പത്തിക പുരോഗതി, സാമ്പത്തിക തകർച്ചയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? സേവ്യർ ഖാൻ വട്ടായിലച്ചന്റെ സന്ദേശം. വിശ്വാസ സ്ഥിരത, ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടാൻ സേവ്യർ ഖാൻ വട്ടായിലച്ചന്റെ വളർച്ചാ ക്ലാസ്. വിവിധ വിഷയങ്ങളിലേക്ക് സേവ്യർ ഖാൻ വട്ടായിലച്ചൻ വിരൽ ചൂണ്ടുന്നു. കൂടാതെ നിത്യജീവൻ, ബ്രദർ റാഫേൽ മാപ്രാണിയുടെ പ്രസംഗം. പാപം, ബ്രദർ സാബു കാസർകോടിന്റെ പ്രസംഗം. യേശു ഏക രക്ഷകൻ, ER ജോർജിന്റെ പ്രസംഗം. രോഗശാന്തി ശുശ്രൂഷ, ബ്രദർ സാബു കാസർഗോഡ് നയിക്കുന്ന സൗഖ്യ ആരാധന. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ, സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678-589. ഫോൺ 04924253333 and 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരമടിച്ചു തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഏകനാമം യേശുനാമം, പാവനനാമം സ്തുതിച്ചിടുന്നു. ഏകനാമം യേശുനാമം, പാവനനാമം സ്തുതിച്ചിടുന്നു. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനത്തിൻ ശക്തിയാൽ നിറഞ്ഞിടട്ടെ. ഹല്ലേലൂയ. പാപപരീക്ഷകൾ അകന്നിടട്ടെ. ഹല്ലേലൂയ.
കരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരമടിച്ചു തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ